പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കളിമണ്ണ് ശില്പശാല സംഘടിപ്പിച്ചു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കായി കളിമണ്ണ് ശില്പശാല 2026 ഫെബ്രുവരി 25 കല്ലഞ്ചേരി ഗ്രീൻ നെസ്റ്റ് ഹോം സ്റ്റേയിൽ വെച്ച് സംഘടിപ്പിച്ചു. രാവിലെ 10 മുതൽ 3 മണി വരെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യ സംസ്കരണവും പരിസ്ഥിതിക്ക് അനുയോജ്യമായ തരത്തിലേക്ക് വളർന്നു വരുന്ന തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ പദ്ധതി കൊണ്ടുവരികയും അത് സ്കൂൾ തലങ്ങൾ മുതൽ തന്നെ അത് പരിശീലിപ്പിച്ച് ആദ്യം മുതലേ ഇതിലേക്ക് നമ്മുടെ മാലിന്യ സംസ്കരണത്തിനൊരു ക്ലാസ് കൊടുത്ത് അവയർനെസ് ആക്കുക എന്നാണ് പഞ്ചായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. 3ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ്, ഏകദേശം 60ഓളം കുട്ടികളാണ് ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. സാധാരണ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് കളിമൺ പരിശീലനം, കളിമൺ കൊണ്ട് ചെറിയ ശില്പങ്ങൾ ഉണ്ടാക്കുക എന്ന ഇതെല്ലാം ഈ അവബോധം ഉണ്ടാക്കി അവർ അതിലേക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ തരത്തിലേക്ക് കുട്ടികളെ വാർത്തെടുക്കുക എന്നാണ് ഇതിലൂടെ ലക്ഷ്യം കാണുന്നത്. നമുക്കറിയാം, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അമിതമായ ഉപയോഗം കൊണ്ട് വെള്ളവും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വായുവും അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരവും പൊല്യൂട്ടഡ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്നിവിടെ നിലവിലുള്ളത്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപി കാരിക്കോടത്ത് സ്വാഗതം പറഞ്ഞു. തുടർന്ന് മാഗ്രറ്റ് ലോറൻസ് അധ്യക്ഷത വഹിച്ചു. ഈ ഒരു പരിപാടി നടത്തുന്നത് തന്നെ പരിസ്ഥിതി ബോധവൽക്കരണം, അതായത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഇന്നിവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് കളിമൺ ശില്പശാലയുടെ പേരിൽ ഇപ്പം ഇവിടെ എല്ലാവരും ചെരുപ്പിട്ട് നടക്കുന്നതിനെ കുറിച്ചും ചെരുപ്പ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ മുതൽ ചെരുപ്പിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ശരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ആയിരിക്കണം ഞങ്ങൾ ചെരുപ്പിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത്. മണ്ണിനെ സ്നേഹിക്കാത്തവരായിട്ട് ആരുമില്ല, മണ്ണിൽ തൊടാൻ ഇഷ്ടമില്ലാത്തവരായിട്ടും ആരും ഉണ്ടാവുകയില്ല. ഉണ്ടോ? മണ്ണിൽ കളിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പണ്ടത്തെ കാലത്ത് ആൾക്കാർ ജീവിച്ചിരുന്നത് മണ്ണിൽ മണ്ണുകൊണ്ട് കളിമൺ ചട്ടികൾ ഉപയോഗിച്ചിട്ടായിരുന്നു. കളിമൺ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ട് കഞ്ഞിയും കറിയും. RLV കോളേജ് ലെക്ചറർ മനു മോഹൻ ശില്പശാലയുടെ വിതരണം നിർവഹിച്ചു. ആശംസകൾ നേർന്നുകൊണ്ട് ടെസി ജേക്കബ്, ബയോഡൈവേഴ്സിറ്റി ജില്ലാ കോർഡിനേറ്റർ ശ്രീരാജ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ലിനു ചക്രപാണി ശില്പിയായി പങ്കെടുത്തു. RLV ഗവൺമെന്റ് ഫൈനാൻസ് കോളേജിലെ ഫാക്കൽറ്റിമാരായ അനുദേവം, സുരേഷ് പണിക്കർ എന്നിവർ സന്നിധരായിരുന്നു. കളിമണ്ണിൽ ഈ തരത്തിലുള്ള വസ്തുക്കളുടെ ഒരു നിർമ്മാണ പരിശീലനമാണ് നമ്മൾ കരകൗശല ചില വസ്തുക്കളുടെ പരിശീലനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ കലാപഠനം ഇപ്പോൾ ഒരു സജീവമായ പഠനമായിട്ട് തന്നെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് സ്കൂളുകളിൽ തന്നെയാണെങ്കിലും വലിയ ഒരു വിഭാഗം കുട്ടികൾ വരുമ്പോൾ ടീച്ചേഴ്സിന് അത് പരിശീലിപ്പിക്കലൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ സ്ലേറ്റ് പെൻസിൽ അത് മണ്ണായിരുന്നു പണ്ട്. ഇപ്പൊ സ്ലേറ്റ് പെൻസിൽ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് അറിയാനും കൂടെ പാടില്ല. അതാണ് ഒരു കാലാവസ്ഥ. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞാലും മണ്ണോടും നമ്മൾ എപ്പോഴും നിൽക്കണം. അതുപോലെ കുട്ടികൾക്ക് അംഗനവാടി തരത്തിൽ കണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗനവാടി പരിശീലനം, അതാണ് നമ്മൾ മിഠായി കൊടുത്തിട്ടുണ്ടെങ്കിൽ മിഠായി വായിലിടുക, കൂടുകൊണ്ട് വേസ്റ്റ് ഇടുക, അതൊക്കെ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് കാര്യം പറയാൻ. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.